ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അതിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം, അല്ലേ? ഭാര്യയുടെ പ്രസവത്തിനു ശേഷം വേണ്ടതൊക്കെ കിട്ടാതെ മുഴുപട്ടിണിയിലായ എന്റെ ദാഹം മാറ്റിയത് അവളെ നോക്കാൻ വന്ന 28-കാരിയായ ഇത്തയാണ്. ഡിവോഴ്സായ ഇത്തയുടെ ദാഹവും എന്റെ ദാഹവും ഒരുമിച്ചു മാറി. അടിവസ്ത്രം മാത്രമിട്ട ഇത്തയെ നിർത്തി ഞാനെല്ലാം നടത്തി. ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. എന്റെ പേര് കിരൺ. എന്റെ ഒരു പ്രണയവിവാഹമായിരുന്നു. എനിക്ക് 21 വയസ്സും എന്റെ ഭാര്യയ്ക്ക് 18 വയസ്സുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു മതി കുട്ടികൾ എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ മുട്ടൽ കാരണം അവൾ ഗർഭിണിയായി. ഒരു ദിവസം 3 തവണയെങ്കിലും ഞാൻ സ്വന്തമായിട്ടും അവളെക്കൊണ്ടും എന്റെ ദാഹം തീർത്തിരുന്ന ഞാനായിരുന്നു. അപ്പോഴേക്കും അവളും ഗർഭിണിയായി. അതുകൊണ്ട് എല്ലാം ഒന്ന് ശരിക്ക് ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവളുടെ പേര് വിഷ്ണുലത. അവൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമാണുള്ളത്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതിൽ അവളുടെ വീട്ടിൽ വലിയ ഇഷ്ടമില്ലായിരുന്നു. എന്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനും അവളും കൂടി ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറി. ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ഞാനായിരുന്നു അവളെ നോക്കിയിരുന്നത്. ഞാൻ ജോലിക്ക് പോകുന്ന സമയം അവൾ എങ്ങനെയൊക്കെയോ ഓരോ നിമിഷവും തള്ളി നീക്കി. ഏതാണ്ട് 7 മാസമൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് ഒട്ടും വയ്യാതെ വന്നു. അതുകൊണ്ട് തന്നെ അവളെ നോക്കുന്നതിനു വേണ്ടി ഞാനൊരു ഇത്താനെ ഏർപ്പെടുത്തി. സത്യം പറഞ്ഞാൽ ഇത്തയ്ക്ക് 28 വയസ്സാണുള്ളത്. പക്ഷേ നല്ല ഉഗ്രൻ പീസ്. എപ്പോഴും ടൈറ്റ് ചുരിദാറായിട്ടാണ് ഇത്ത ഉപയോഗിക്കാറ്. ഇതിട്ട് കാണുമ്പോൾ എന്റെ കൺട്രോൾ മൊത്തം പോകും. ആദ്യമൊന്നും എനിക്കൊന്നും തന്നെ തോന്നാറില്ലായിരുന്നു. ഒരു ദിവസം ഒരു ഇളം റോസ് ബനിയൻ നൈറ്റിയും ഇട്ടുകൊണ്ട് ഇത്ത ഞങ്ങളുടെ വീട്ടിൽ പണിക്കു വന്നു. അന്നകത്തിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മൊത്തം നന്നായി പുറത്തേക്ക് കാണാമായിരുന്നു. അതുമല്ല, കഴുത്തിന്റെ കുഴി കുനിഞ്ഞു നിൽക്കുമ്പോൾ നന്നായിട്ട് തന്നെ കാണാമായിരുന്നു. ഒരിക്കൽ ഞാൻ ടിവിയൊക്കെ കണ്ടുകൊണ്ട് നടുക്കത്തെ മുറിയിൽ സോഫയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്ത ഉരവക്കറ്റ് വെള്ളവും തുടയ്ക്കുന്ന തുണിയുമായി വന്നത്. എന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നൊക്കെ തുടയ്ക്കാൻ തുടങ്ങി. ഇത്ത കുനിഞ്ഞു നിൽക്കുമ്പോൾ ഇത്തയുടെ മത്തങ്ങ പോലെയുള്ള മാറുകൾ രണ്ടും ഇത്തയുടെ കൈകൾ മാറുന്നതനുസരിച്ച് ആടുകയായിരുന്നു. അങ്ങനെ പലപ്പോഴായി പലതും കണ്ടുകണ്ട് എനിക്ക് ഇത്തയുടെ അടുത്ത് എല്ലാം നടത്തണമെന്ന് ആഗ്രഹം വർദ്ധിച്ചു തുടങ്ങി. പക്ഷേ അതെങ്ങനെ ഞാൻ ഇത്തയോട് പറയും എന്നായി എന്റെ ചിന്ത. ഗർഭിണിയായിരിക്കുന്ന ഭാര്യയുള്ള ഭർത്താക്കന്മാർക്ക് മാത്രമേ എന്റെ ഈ വിഷമം പറഞ്ഞാൽ മനസ്സിലാകൂ. ഇതൊക്കെ ഇത്തയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല. എങ്കിലും എന്റെ മുട്ടൽ ഇത്തയെ അറിയിക്കണമെന്നോർത്ത് ഞാൻ പതിയെ പുള്ളിക്കാരിയുടെ അടുത്ത് ചുറ്റിപ്പറ്റി വീട്ടിലെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിച്ചറിയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെടും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയ ഇത്തയ്ക്കും കാര്യങ്ങൾ നടത്താൻ ആരുമില്ലാത്ത വിഷമത്തിലായിരുന്നു. കാര്യങ്ങളൊന്നും നന്നായിട്ട് നടക്കുന്നില്ല എന്നെനിക്ക് മറുപടിയും തന്നു. അത് കേട്ടതും ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. എന്റെ അതേ അവസ്ഥയുള്ള മറ്റൊരാളെ ഞാൻ കണ്ടു. അങ്ങനെ ഇത്തായ്ക്കും പലതും ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇത്തയുടെ പുറകെ ഞാൻ കൂടി. പിറ്റേ ദിവസം ഇത്ത ജോലിക്ക് വന്നു. അന്ന് ഞാൻ എന്റെ കെട്ടിയവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തുപോയി. ഏകദേശം 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു. ഞാൻ വരുന്നതും കാത്ത് എന്റെ കെട്ടിയവൾ ഇരിക്കുകയായിരുന്നു. ഞാൻ അവൾക്ക് ആവശ്യമായ തുണികളൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി തുണികളൊക്കെ അവളെ ഏൽപ്പിച്ചിട്ട് പുറകിലേക്ക് വന്നു. ആ സമയം ഇത്ത അവിടെ നിന്ന് മത്തങ്ങാ ചന്തിയും കുലുക്കിക്കൊണ്ട് തുണി കലക്കുകയായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ഇത്താനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എന്താ മോനെ ഈ കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ? ഓ, അപ്പൊ ആരെങ്കിലും കണ്ടാൽ മാത്രമേ കുഴപ്പമുള്ളൂ അല്ലേ? ആരും കണ്ടില്ല എങ്കിൽ കുഴപ്പമില്ലല്ലോ. അത്രയും പറഞ്ഞ് ഇത്താനെ പൊക്കിയെടുത്തുകൊണ്ട് ഞാൻ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരു കവറ് ഇത്തായ്ക്ക് കൊടുത്തു. ഇത്ത എന്താണെന്ന് തുറന്നു നോക്കി. അത് കണ്ടതും ഇത്ത നാണം കൊണ്ട് മുഖം പൊത്തി. ഇത്തയ്ക്ക് അകത്തിടാൻ പറ്റിയ അടിവസ്ത്രങ്ങളായിരുന്നു ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. അയ്യോ, ആനയ്ക്കിതൊക്കെ വാങ്ങാൻ അറിയുമോ? അതുമല്ല, ആനയ്ക്ക് എന്റെ സൈസൊക്കെ അറിയുമോ?
അത് പിന്നെ ഇത്തയുടെ മത്തങ്ങാമാറുകൾ കണ്ടാൽ തന്നെ അറിയില്ലേ, എങ്ങനെ വന്നാലും ഒരു 34 കാണുമെന്ന്. അങ്ങനെ പറഞ്ഞ് ഇത്തയുടെ മാറുകളിൽ പിടിച്ച് ഞാനൊരു ഞെക്ക് കൊടുത്തു. ഇത്ത ആ സമയം അങ്ങനെ തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. എന്തായാലും ഇത്തയ്ക്ക് എന്നോടൊരു ചായവുണ്ടെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഇത്ത കൊടുത്ത കവറും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. കുറച്ചുനേരം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇത്തയുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. അതു പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഇത്തയോട് പറഞ്ഞു, എന്താണ് നിന്റെ ആഗ്രഹം? പറഞ്ഞാട്ടെ. അതു പിന്നെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന 2 സാധനങ്ങളുമിട്ട് എന്നെ ഒന്ന് കാണിക്കാൻ കഴിയുമോ? ഞാനത് പറഞ്ഞതും ഇത്ത ഒന്ന് ഞെട്ടി. അല്ല, മണിയാണെങ്കിൽ വേണ്ടട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് വെറുതെ ഒരു ഭംഗിവാക്ക് ഞാൻ ഇത്തയോട് പറഞ്ഞു. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് സംഭവിച്ചു. ഇപ്പോ വേണ്ട, അവൾ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ വരാം, അപ്പോൾ എന്നെ കാണിച്ചാൽ മതി. അതും പറഞ്ഞ് ഞാൻ എന്റെ കെട്ടിയവളുടെ അടുത്തേക്ക് പോയി. ഏതാണ്ട് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾ ഉറങ്ങാൻ തുടങ്ങും. പിന്നീട് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്നും തന്നെ എഴുന്നേൽക്കാറ്. അത്രയും സമയം ഇത്തയുമായി സല്ലപിക്കാം എന്ന് ഞാൻ കൊതിച്ചിരിക്കുകയാണ്. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആകപ്പാടെ വെപ്രാളത്തിലാണ്. ഇനി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൾ ഉറങ്ങാതെ ഇരിക്കുമോ എന്ന ടെൻഷനും എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ സമയം 1 മണിയൊക്കെയായി. ഇത്തയുടെ അത് രണ്ടും ഇട്ടുനിൽക്കുന്ന രൂപം കാണാൻ എനിക്ക് തിടുക്കമായി. പക്ഷേ എന്റെ ഭാര്യ ഉറങ്ങിയാൽ മാത്രമല്ലേ എനിക്ക് പോകാൻ പറ്റൂ. അവൾ ഉറങ്ങുന്നത് നോക്കി ഞാൻ കുറേ നേരം അവളുടെ അടുത്തു തന്നെയിരുന്നു. പക്ഷേ ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, അവൾ എന്നോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 1:30 ആകാറായിട്ടും അവൾ എന്നോട് ഓരോന്ന് മിണ്ടിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യവും വന്നു തുടങ്ങി. എന്തായാലും ചിലപ്പോ ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ പതിയെ ചോറ് കഴിക്കട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അകത്തുവന്നു നോക്കിയപ്പോൾ എന്റെ ഭാര്യ പതിയെ ഉറക്കം പിടിച്ചിട്ടുണ്ട്. അവൾ ഉറങ്ങുന്നത് കണ്ട് ഞാൻ ഇത്തയുടെ അടുത്തേക്ക് ഓരുട്ടി. ഞാൻ ചെന്നു നോക്കുമ്പോൾ ഇത്ത മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പതിയെ വാതിൽ തുറന്നകത്തു കയറി. ഇത്ത എന്നോട് വാതിലടയ്ക്കാൻ കൈകൾ കൊണ്ട് കാണിച്ചു. ഞാൻ വാതിൽ പതിയെ അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് കട്ടിലിൽ വന്നിരുന്നു. ഇത്ത ഞാൻ കൊടുത്ത കവറും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. എന്റെ മുമ്പിൽ നിന്ന് തന്നെ മാറിയിട്ട് അത് രണ്ടും ഇടാൻ ഞാൻ നിർബന്ധിച്ചുവെങ്കിലും ഇത്തയ്ക്കത് നാണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ത പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത്ത ബാത്റൂമിൽ പോയിട്ട് അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ടുവന്നു. എനിക്ക് ആ നിമിഷമുണ്ടായ ഒരിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ഇളം റോസ് നിറത്തിലുള്ളതായിരുന്നു രണ്ടും. ആ റോസ് ബ്രൈഡ് ഉള്ളിൽ കിടക്കുകയായിരുന്ന ഇത്തയുടെ മാറുകൾ. അത് രണ്ടും മാത്രമേ എന്റെ മുമ്പിൽ ഇത്ത വന്നതും ഞാൻ ഓടിച്ചെന്ന് ഇത്തയെടുത്ത് കറക്കി കട്ടിലേക്ക് കിടത്തി. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.